പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സാബത്ത് ദിനത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണല്ലോ അല്ലേ. പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസങ്ങൾ ബലിയർപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി, നമ്മുടെ അതിരൂപത അധ്യക്ഷന് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ശരിക്കും മീഡിയയ്ക്ക് അറിയാം, പിശാചനറിയാം, വൈദികരടിച്ചു കഴിഞ്ഞാൽ, സമർപ്പിതരടിച്ചു കഴിഞ്ഞാൽ, മെത്രാനടിച്ചു കഴിഞ്ഞാൽ ഇടയനടിക്കുക, ആടുകൾ ചിതറിക്കപ്പെടും. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ടാർഗറ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും മെത്രാനിൽ വിശ്വാസമില്ല, വൈദികരിൽ വിശ്വാസമില്ല, പിന്നെ ആരിലെ വിശ്വാസം? എനിക്ക് എന്നിൽ മാത്രമാണ് വിശ്വാസമുള്ളത്. ഒരു അപകടകരമായൊരു സൈനാണ്. നമ്മൾ ശരിക്കും ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇന്ന് സഭ ഇന്ന് വളർന്നിട്ടും ഒറ്റ കാര്യമുള്ളൂ. മറ്റു മതസ്ഥരും സകല ടീമുകളും ഒറ്റ കാര്യത്തിലാണ് അസൂയപ്പെടുന്നത്. പരിശുദ്ധ പിതാവ് പറഞ്ഞാൽ മെത്രാന്മാർ കേൾക്കുന്നു, മെത്രാന്മാർ പറഞ്ഞ വൈദികർ കേൾക്കുന്നു, വൈദികർ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനം കേൾക്കുന്നു. ഈ ഒരു ഓർഡർ തെറ്റിക്കുക എന്നത് പിശാചിൻ്റെ അടിസ്ഥാന ടാർഗറ്റാണ്. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, നഷ്ടം നമുക്കാണ്. യൂറോപ്പൊക്കെ ഒന്നൊരു പക്ഷേ ഒരു നശീകരണത്തിൻ്റെ പാതയിലാണെങ്കിൽ ഈ ഒരു ചങ്ങലയിലൊരു വിള്ളൽ വന്നതാണ്. നമുക്ക് പ്രത്യേകമായിട്ട് സഭയ്ക്ക് വേണ്ടി, സഭയുടെ ഒരു കൂട്ടായ്മ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, കുറവുകളൊക്കെ ഉണ്ടെന്നേ, നമ്മളാരും പൂർണ്ണരൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്ക് ഒരു പ്രത്യേക രീതിയിൽ അവരെ അവിശ്വസിക്കുക, മെത്രാന്മാരെ അവിശ്വസിക്കുക, വൈദികരെ അവിശ്വസിക്കുക, സമർപ്പിതരെ വിശ്വസിപ്പിക്കുക എന്നുള്ള വലിയൊരു തിന്മ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു വിജാതി മകൻ പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, സജുച്ച, നിങ്ങളുടെ സഭയുടെ, കത്തോലിക്ക സഭയുടെ ഏറ്റവും സ്ട്രെങ്ത് എന്നുള്ളത് വൈദികരും സമർപ്പിതരുമാണ്. ഇവരെ വിശ്വാസത്തിൽ എടുക്കാതിരിക്കാനായിട്ട് മീഡിയ കളിക്കുന്നത്, എനിക്ക് തോന്നുന്നു അതിൽ കുറേയൊക്കെ മീഡിയ വിജയിച്ചിട്ടുണ്ടോ എന്ന് പോലും. അവർ വിജാതീയ മക്കളാണ്. അവർ സംശയത്തോടു കൂടി നിങ്ങളുടെ പൗരോഹിത്യവും നിങ്ങളുടെ സന്യാസവും തകർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സഭയെ എളുപ്പത്തിൽ നശിപ്പിക്കാനായി പിശാചിന് പറ്റുമെന്നാണ് വിജാതീയ മകനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവജനം ഒറ്റക്കെട്ടായി നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി അതിലൊരു പ്രത്യേക കൃപ ഈശോ നമുക്ക് നൽകട്ടെ. ഇത് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് പുസ്തകം 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് ഈശോ പറയാണ്, ഇപ്പം നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെ മക്കളൊരു പക്ഷേ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വഴക്ക് പറയും, അല്ലെങ്കിൽ ശാസിക്കും. ഇനി നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി തെറ്റ് ചെയ്ത് നമുക്ക് അതേ രീതിയിൽ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ചിലപ്പോൾ ഉള്ളിൽ വിചാരിച്ചാൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവില്ല അല്ലേ. അതേസമയം തന്നെ നമ്മുടെ മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ട ജനമാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാം സഹോദരങ്ങളെ. അച്ഛനിപ്പോൾ ആങ്ങണ്ടിയൊരു വലിയ വികാരിച്ചനാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആങ്ങണ്ടി അവരെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശാസിക്കും, നിങ്ങൾ ചെയ്യാൻ പാടില്ല, ചുട്ടടി കിട്ടും എന്നൊക്കെ ചിലപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞൊന്ന് വരും. അതേസമയം വേറെ ഒരു ഇടവകയിൽ പോയിട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, നിങ്ങളങ്ങനെ, കാരണം അവർക്കൊരു വികാരിച്ചത് അവിടെ. അതായത് സ്വന്തമായവരെയാണ് പ്രിയ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതും ശാസിക്കുന്നതും. ദൈവസ്നേഹത്തിൻ്റെ 2 മേഖലകളാണ് ലാളന, ശാസന. ലാളന മാത്രമായി കഴിഞ്ഞാൽ അത് വഴിതെറ്റും, ശാസന മാത്രമായാലും അത് വഴിതെറ്റും. ലാളന വേണം, ശാസന വേണം. ഈശോ പറയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിന് 2 തലങ്ങളുണ്ട്. ഈ 2 തലങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കൃപയാക്കിയിട്ട് മാറും. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വെളിപാട് 3:19 അഭിഷേകം നിറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.